ഇപ്പോൾ തിയേറ്ററിൽ നല്ലൊരു സിനിമ എത്തിയാൽ വളരെ വലിയ വിജയം കൈവരിക്കുന്ന ഒരു സിനിമയായി തീരും. കാരണം ഏപ്രിൽ അവസാനം എത്തിയ സിനിമകൾക്കും അതോടൊപ്പം തന്നെ മെയ് ആദ്യം എത്തിയ സിനിമകൾക്കും വലിയ രീതിയിലുള്ള അഭിപ്രായം നേടാൻ സാധിച്ചിട്ടില്ല. ഇനി മെയ് 16-ാം തീയതി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന പൃഥ്വിരാജ് മൂവിയാണ്. അത് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയാണ് മെയ് 23-ന് തിയേറ്ററിൽ എത്തുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ തകർത്തോടിക്കൊണ്ടിരിക്കുന്ന ആവേശം എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ മൂവി മെയ് 9-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ OTTയിൽ റിലീസ് ആവുമെന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂക്ക ചിത്രമായ ടർബോ തന്നെയാണ് മെയ്യിൽ ഇനിയുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. ടർബോ എന്ന ചിത്രത്തെക്കുറിച്ച് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ടർബോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടർബോ എഞ്ചിൻ പിടിപ്പിച്ച പോലത്തെ ഒരാൾ, എക്സ്ട്രാ പവർ ഉള്ള ഒരാൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ പേര് ഇട്ടത്. ഞാൻ അടിച്ച താങ്ക മട്ടെ എന്നാലും തൂങ്ങ മട്ടെ അതുപോലെ ഒരൊറ്റ അടിക്ക് മമ്മൂട്ടി അങ്ങനത്തെ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്. എന്നാലും പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ കരുത്തുള്ള ഒരാൾ, അങ്ങനെ ഒരു നായകനെ നമ്മൾ അവതരിപ്പിക്കുക. ടർബോ എന്ന ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂക്ക ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഉള്ള ഒരു കരുത്തുള്ള ഒരു കഥാപാത്രമായിട്ട് എത്തുന്നത് എന്നാണ് മിഥുൻ മാനുവൽ തോമസ് പുതിയ ഇന്റർവ്യൂവിൽ വാചാലമായി സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു കരുത്തിലൂടെ ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മെയ് 23-ന് തിയേറ്ററിൽ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടെയാണ് ആരാധകർ തിയേറ്ററിലേക്ക് എത്തുക. എന്നാൽ ആദ്യ ഷോ കഴിയുമ്പോൾ ആ ഒരു പ്രതീക്ഷക്കൊത്തുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ട് നേടി സിനിമ ഹിറ്റ് ആവട്ടെ. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജുനുജുന.